നമുക്ക് പഠിക്കേണ്ടത് കേരളം ഭരണവും ഭരണ സംവിധാനവും എന്ന ടോപ്പിക്കിൽ കുടുംബശ്രീ. നമ്മൾ കഴിഞ്ഞ മുൻ ക്ലാസ്സിൽ പഠിച്ചേർത്തിയ കുടുംബശ്രീ, അതിന്റെ രണ്ടാമത്തെ പാർട്ടാണ് നമുക്ക് പഠിക്കേണ്ടത്. കുടുംബശ്രീ പദ്ധതികളാണ് കഴിഞ്ഞ ക്ലാസ്സിന് പഠിച്ചതിന്റെ രണ്ടാമത്തെ പാർട്ടാണ് കുടുംബശ്രീ പദ്ധതികളാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10-30ഓളം പദ്ധതികൾ പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പം കൃത്യമായിട്ട് ശ്രദ്ധയോടെ ഇരിക്കാം. അപ്പോൾ ഒന്നാമത്തെ പദ്ധതിയിലോട്ട് പോവാം. ഒന്നാമത്തെ പദ്ധതിയുടെ പേര് തെളിമ. കുടുംബശ്രീയുടെ ആദ്യം ഒരു പദ്ധതി പഠിച്ചതാണ് തെളിമ. കുടുംബശ്രീയുടെ കരമാലിന്യ സംസ്കരണ പദ്ധതി. കുടുംബശ്രീയുടെ കരമാലിന്യ സംസ്കരണ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് തെളിമ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. അടുത്ത രണ്ടാമത്തെ മറ്റൊരു പദ്ധതിയിലോട്ട് പോവാം. സാന്ത്വനം പദ്ധതി. രണ്ടാമത്തെ പദ്ധതിയുടെ പേര് സാന്ത്വനം. രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ വീടുകളിൽ തന്നെ പരിശോധിക്കാനുള്ള സൗകര്യം ഉറപ്പുവരുത്തുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണ് സാന്ത്വനം പദ്ധതി. രക്തസമ്മർദ്ദം, പ്രമേഹം, BP, ഷുഗർ തുടങ്ങിയവ വീടുകളിൽ തന്നെ പരിശോധിക്കാനുള്ള സൗകര്യം ഉറപ്പുവരുത്തുന്ന കുടുംബശ്രീയുടെ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് സാന്ത്വനം പദ്ധതി എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. അടുത്ത മറ്റൊരു പദ്ധതിയിലോട്ട് പോവാം. പദ്ധതിയുടെ പേര് സമാപദ്ധതി ചോദിച്ചിട്ടുണ്ട്. കൃത്യതയോടെ പഠിച്ചു വയ്ക്കാം. കുടുംബശ്രീ അംഗങ്ങളുടെ തുടർ വിദ്യാഭ്യാസ പദ്ധതി. കുടുംബശ്രീ അംഗങ്ങളുടെ തുടർ വിദ്യാഭ്യാസ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് സമാപദ്ധതി. സമാപദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ആലപ്പുഴ ജില്ല. സമാപദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ആലപ്പുഴ ജില്ല എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. അപ്പോൾ ഒരു 3 പദ്ധതികൾ പഠിച്ചു. ഒന്നാമത്തെ പദ്ധതി തെളിമ. കുടുംബശ്രീയുടെ കരമാലിന്യ സംസ്കരണ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് തെളിമ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. രണ്ടാമത്തെ പദ്ധതി പഠിച്ചു സാന്ത്വനം പദ്ധതി. രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ വീടുകളിൽ തന്നെ പരിശോധിക്കാനുള്ള സൗകര്യം ഉറപ്പുവരുത്തുന്ന കുടുംബശ്രീ പദ്ധതി. അടുത്ത പദ്ധതിയുടെ പേര് പദ്ധതി. കുടുംബശ്രീ അംഗങ്ങളുടെ തുടർ വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരാണ് പ്രീവിയസ് ആണ്. പദ്ധതി ആദ്യമായി നടപ്പിലാക്കി ജില്ലയുടെ പേര് ആലപ്പുഴ ജില്ല. സമാപദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ആലപ്പുഴ ജില്ല എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. അടുത്ത പദ്ധതിയിലോട്ട് പോവാം. അടുത്ത പദ്ധതിയുടെ പേര് സഹായഹസ്തം. പദ്ധതിയുടെ പേര് സഹായഹസ്തമാണ്. അപ്പൊ സഹായവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് ഏതാ? സഹായഹസ്തമാണ്. പദ്ധതി വേറൊന്നുമില്ല, കുടുംബശ്രീ അംഗങ്ങൾക്ക് ലളിതമായ രീതിയിൽ വായ്പകൾ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ഏതാ? സഹായഹസ്തം. കുടുംബശ്രീയുടെ പദ്ധതിയല്ല, അത് കേരള ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. കുടുംബശ്രീ അംഗങ്ങൾക്ക് ലളിതമായ രീതിയിൽ വായ്പകൾ നൽകുന്ന കേരള ഗവൺമെന്റിന്റെ പദ്ധതിയുടെ പേരാണ് ഏതാ? സഹായഹസ്തം എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. ക്ലിയർ? അടുത്ത പദ്ധതിയിലോട്ട് പോവാം. അടുത്ത പദ്ധതിയുടെ പേര് സ്നേഹിത. പദ്ധതിയുടെ പേര് ഏതാണ്? സ്നേഹിത പദ്ധതി മുൻകാലമായിട്ട് ചോദിച്ചിട്ടുള്ള മറ്റൊരു പദ്ധതിയാണ് സ്നേഹിത പദ്ധതി. ഇങ്ങനെ പ്രീവിയസ് ചോദ്യം ഇങ്ങനെയായിരുന്നു: ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി കുടുംബശ്രീ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര് ഏത്? ആൻസർ ഏതാണ്? സ്നേഹിതയാണ്. അങ്ങനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആരോഗ്യ പരിരക്ഷ, നിയമസഹായം, കൗൺസിലിംഗ് എന്നിവ 24 മണിക്കൂറും ഉറപ്പുവരുത്തുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്നേഹിത പദ്ധതി. പ്രധാനമാണ്, പ്രീവിയസ് ചോദ്യമാണ്. 2 രീതിയിൽ ഓർമ്മയിട്ട് വയ്ക്കാം. ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി നടപ്പിലാക്കിയ പദ്ധതി പ്രീവിയസ് ആണ്, സ്നേഹിത പദ്ധതി. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആരോഗ്യ പരിരക്ഷ, നിയമസഹായം, കൗൺസിലിംഗ് എന്നിവ 24 മണിക്കൂറും ഉറപ്പ് നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതി ഏതെന്ന് ചോദിച്ചാലും ഏതന്നെയാണ്? സ്നേഹിതയാണ്. ഈ റീസെന്റ് ആയിട്ട് അതിൽ ചെറിയൊരു ചേഞ്ച് ഇവിടെ സ്നേഹിത പദ്ധതി വരുത്തിയിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകളെ സുരക്ഷിതമായ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കുക. രാത്രി കാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകളെ
സുരക്ഷിതമായ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കുടുംബശ്രീ നടപ്പിലാക്കിയ പദ്ധതി എന്ന യോജനമേ തന്നെയാണ് സ്നേഹിതയാണ്. അപ്പൊ രാത്രി കാലങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ നഗരപ്രദേശങ്ങളിലൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകളെ സുരക്ഷിതമായി അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി കുടുംബശ്രീ മുന്നോട്ട് വെച്ച പദ്ധതി എന്ന യോജനമേ തന്നെയാണ് സ്നേഹിത. അപ്പൊ 3 രീതിയിൽ സ്നേഹിത പദ്ധതി ഓർമ്മയിട്ട് വയ്ക്കാം. ക്ലിയർ ആ സ്നേഹിത പദ്ധതി കണക്ട് ചെയ്ത് തന്നെ മറ്റൊരു പദ്ധതി പഠിക്കും. ഏതാ എടാ സ്നേഹിത അറ്റ് സ്കൂൾ. പദ്ധതിയുടെ പേര് സ്നേഹിത അറ്റ് സ്കൂളാണ്. അപ്പൊ എന്താണ് സ്കൂളിൽ കുടുംബശ്രീ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഏതാ പറഞ്ഞ സ്നേഹിത അറ്റ് സ്കൂൾ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാൻ. വേറൊന്നുമില്ല, കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 104 സ്കൂളുകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട 104 സ്കൂളുകളിലെ കുട്ടികൾക്ക് കൗൺസിലിംഗ് ഉറപ്പ് നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണ് സ്നേഹിത അറ്റ് സ്കൂൾ. കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 104 സ്കൂളുകളിലെ കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഏതാ സ്നേഹിത അറ്റ് സ്കൂളാണ്. ആ സ്കൂള് കണക്ട് ചെയ്ത് അടുത്ത മറ്റൊരു പദ്ധതി പഠിക്കാം. ഏതാണ് ബഡ് സ്കൂൾ പദ്ധതി. ചോദിച്ചിട്ടുള്ള മറ്റൊരു പദ്ധതിയാണ് ബഡ് സ്കൂൾ പദ്ധതി. ബഡ് സ്കൂൾ മാനസിക വെല്ലുവിളി നേരിടുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടുകൂടി കുടുംബശ്രീ ആവിഷ്കരിച്ച അല്ലെങ്കിൽ കുടുംബശ്രീ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഏതാ ബഡ് സ്കൂൾ പദ്ധതി. ചോദിച്ചിട്ടുള്ള പദ്ധതിയാണ് ബഡ് സ്കൂൾ പദ്ധതി. ബഡ് സ്കൂൾ മാനസിക വെല്ലുവിളി നേരിടുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടുകൂടി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി എന്നോ കുടുംബശ്രീ ആരംഭിച്ച സ്കൂളുകൾ ഏതെന്നതാണ് ബഡ് സ്കൂൾ പദ്ധതി എന്ന കാര്യം. ബഡ് സ്കൂളുകൾ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. അവിടെ കണക്കിംഗ് ആയിട്ട് പഠിക്കേണ്ടത് ബഡ് സ്കൂൾ, കേരളത്തിലെ ആദ്യത്തെ ബഡ് സ്കൂൾ സ്ഥാപിതമായ സ്ഥലം എവിടെ? വെങ്ങാനൂരാണ്. കേരളത്തിലെ ആദ്യത്തെ ബഡ് സ്കൂൾ സ്ഥാപിതമായ സ്ഥലം വെങ്ങാനൂരാണ്. 2004 കേരളത്തിലെ ആദ്യത്തെ ബഡ് സ്കൂൾ സ്ഥാപിതമായ സ്ഥലം വെങ്ങാനൂർ 2004 കേരളത്തിൽ ആകെ എത്ര ബഡ് സ്കൂളുകൾ ഉണ്ട്? 181 ബഡ് സ്കൂൾ ഉണ്ട്. കേരളത്തിലാകെ ബഡ് സ്കൂളുകളുടെ എണ്ണം എത്ര? 181 എന്ന കാര്യം കൂടി ഓർമ്മയിട്ടേക്ക്. ഒട്ടുമിക്ക ഗ്രാമപഞ്ചായത്തുകളുടെ കീഴിൽ ഒരു ബഡ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നു എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് ക്ലിയർ ആവും. അപ്പൊ എന്താണ് ബഡ് സ്കൂൾ പദ്ധതി? ഒന്നുകൂടി പറയാം. മാനസിക വെല്ലുവിളി നേരിടുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടുകൂടി കുടുംബശ്രീ നടപ്പിലാക്കിയ പദ്ധതി എന്നോ കുടുംബശ്രീ ആരംഭിച്ച സ്കൂളുകൾ ഏത് എന്ന് ചോദിച്ചാൽ ബഡ് സ്കൂൾ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. കേരളത്തിൽ ആദ്യ ബഡ് സ്കൂൾ സ്ഥാപിതമായ സ്ഥലം വെങ്ങാനൂരാണ്. 2004 വെങ്ങാനൂരാണ്. 2004 കേരളത്തിൽ ആകെ ബഡ് സ്കൂളുകളുടെ എണ്ണം 181 കേരളത്തിലെ ആകെ ബഡ് സ്കൂളുകളുടെ എണ്ണം 181 എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വെക്കും. ക്ലിയർ. നമ്മൾ മൊത്തം ഒരു 7 പദ്ധതികൾ പഠിച്ചു. അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളും കൃത്യമായിട്ട് പഠനത്തിൽ ഓർമ്മയിട്ട് വയ്ക്കാം. ക്ലിയർ. അടുത്ത പദ്ധതിയിലോട്ട് പോവാം. അടുത്ത പദ്ധതിയുടെ പേര് സമഗ്ര. പദ്ധതിയുടെ പേര് സമഗ്ര പദ്ധതിയാണ്. സമഗ്ര നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് സമഗ്ര പഠിച്ചു. എന്തായിരുന്നു? കുടുംബശ്രീയുടെ ഉൽപാദന യൂണിറ്റ് അറിയപ്പെടുന്ന പേരാണ് ഏതാ? സമഗ്രയാണ്. അപ്പൊ സമഗ്ര ഒരു പദ്ധതി എന്ന രീതിയിലും പഠിച്ചേക്കാം. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബശ്രീ പദ്ധതി. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബശ്രീ പദ്ധതിയുടെ പേരാണ് സമഗ്ര പദ്ധതി. ഒന്ന് ഓർമ്മയിട്ടെ. കാർഷികവും മൊത്തം വരും. കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപാദനം ആദ്യം ഉൽപ്പാദിപ്പിക്കും, പിന്നീട് എന്താണ് വിപണനവും പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണ് സമഗ്ര എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. ഈ സമഗ്ര കണക്ട് ചെയ്ത് തന്നെ അവിടെ മറ്റൊരു പദ്ധതി പഠിക്കുമെന്നാണ് സാഫല്യം. പദ്ധതിയുടെ പേര് സാഫല്യം പദ്ധതി. കശുവണ്ടിയുടെ ഉൽപാദനവും വിപണനവും. സാഫല്യം പദ്ധതി കശുവണ്ടിയുടെ ഉൽപാദനവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബശ്രീ പദ്ധതിയുടെ പേരാണ് സാഫല്യം പദ്ധതി. സാഫല്യം കശുവണ്ടിയുടെ ഉൽപാദനവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബശ്രീ പദ്ധതിയുടെ പേര് സാഫല്യം പദ്ധതി എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാൻ. ക്ലിയർ ആവും. അപ്പൊ അത് അടുത്ത് അതേ കണക്ട് ചെയ്ത് മറ്റൊരു പദ്ധതി പഠിക്കുന്നതാണ് മധുരം.
പദ്ധതിയുടെ പേര് മധുരം പദ്ധതിയാണ്. തേന് നല്ല മധുരവും കണക്ട് ചെയ്ത് വെക്കാം. തേനുൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉൽപാദനവും വിപണനവും, ആദ്യം എല്ലാത്തിലും ഉൽപാദനമാണ്, എന്നിട്ട് അവ എന്നാണ് കമ്പോളത്തിലെത്തിച്ച് വിപണനം എന്നാണ്. തേനുൽപ്പന്നങ്ങളുടെ ഉൽപാദനവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി ഏത്? ആൻസർ മധുരം പദ്ധതിയാണ്. ആൻസർ ഏതാണ്? മധുരം പദ്ധതി. അപ്പം കണക്റ്റിംഗ് ആയിട്ട് 3 പദ്ധതികൾ നമ്മൾ പഠിച്ചു. അതിൽ മധുരം പ്രീവിയസ് ആയിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. കൃത്യതയോടെ ഒന്നുകൂടി പറയാം. പഠിച്ചത് സമഗ്ര പദ്ധതി, കാർഷിക ഉൽപ്പന്നം മൊത്തം വരും. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബശ്രീ പദ്ധതി സമഗ്രയാണ്. രണ്ടാമത്തെ പദ്ധതി സാഫല്യം, കശുവണ്ടിയുടെ ഉൽപാദനവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബശ്രീ പദ്ധതി സാഫല്യം പദ്ധതി. പദ്ധതിയുടെ പേര് മധുരമാണ്. മധുരം തേനുൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉൽപാദനവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബശ്രീ പദ്ധതി മധുരമാണ്. മധുരം ക്ലിയർ. അടുത്ത ഇതേ കണക്ട് ചെയ്ത് തന്നെ മറ്റൊരു പദ്ധതിയുടെ ഓർമ്മയിട്ട് വയ്ക്കാം. ത്രിമധുരം. പദ്ധതിയുടെ പേര് ത്രിമധുരം പദ്ധതി. പൈനാപ്പിളിന്റെ ഉൽപാദനം, പൈനാപ്പിൾ അല്ലെങ്കിൽ കൈതച്ചക്ക, പൈനാപ്പിളിന്റെ ഉൽപാദനവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഏതാ? ത്രിമധുരം. ഒരേ കണക്റ്റിങ്ങിൽ 4 പദ്ധതി. ആദ്യം സമഗ്ര, കാർഷികം, എല്ലാവരും കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനവും വിപണനവും സമഗ്ര. സാഫല്യം, കശുവണ്ടിയുടെ ഉൽപാദനവും വിപണനവും സാഫല്യം. മധുരം, തേനുൽപ്പന്നങ്ങളുടെ ഉൽപാദനവും വിപണനവും മധുരം. അടുത്ത് ത്രിമധുരം, പൈനാപ്പിളിന്റെ ഉൽപാദനവും വിപണനമാണെങ്കിൽ ത്രിമധുരം എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വെച്ചേക്കാം. ക്ലിയർ. അടുത്ത പദ്ധതിയിലോട്ട് പോവാം. നിവേദ്യം പദ്ധതി. പദ്ധതിയുടെ പേര് നിവേദ്യം പദ്ധതി. അപ്പൊ എന്താണ് നിവേദ്യം? നമുക്ക് കിട്ടുന്നതാണ് അമ്പലങ്ങളിൽ നല്ല നിവേദ്യം കിട്ടുന്ന. അപ്പോൾ ഓർമ്മയിട്ട് വയ്ക്കുന്നതാണ്. അമ്പലവുമായി ബന്ധപ്പെട്ട കുടുംബശ്രീ ആവിഷ്കരിച്ച ഒരു പദ്ധതിയുടെ പേരാണ് നിവേദ്യം പദ്ധതി. എന്താണ് നിവേദ്യം പദ്ധതി? നിവേദ്യം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പൂജകൾക്കും മറ്റും ആവശ്യമായ കദളിപ്പഴം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ഏതാ? നിവേദ്യം. ഗുരുവായൂർ അമ്പലത്തിൽ പൂജാ കാര്യങ്ങൾക്ക് മറ്റും ആവശ്യമായ കദളിപ്പഴം എത്തിക്കുന്നത് കുടുംബശ്രീയാണ്. അപ്പൊ ഈ കദളിപ്പഴം എത്തിക്കാൻ വേണ്ടി കുടുംബശ്രീ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയുടെ പേരാണ് നിവേദ്യം. പദ്ധതിയുടെ പേരാണ് ഏതാ? നിവേദ്യം എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ക്ലിയർ. അടുത്ത പദ്ധതിയുടെ പേര് പഠിക്കാം. അഗ്രി ന്യൂട്രി ഗാർഡൻ. അടുത്ത പദ്ധതിയുടെ പേര് അഗ്രി ന്യൂട്രി ഗാർഡൻ എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. അടുത്ത പദ്ധതി അഗ്രി ന്യൂട്രി ഗാർഡൻ. അടുത്ത പദ്ധതിയുടെ പേര് അഗ്രി ന്യൂട്രി ഗാർഡൻ. വിഷരഹിതമായ പഴങ്ങളും പച്ചക്കറികളും ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വിഷരഹിതമായ പഴങ്ങളും പച്ചക്കറികളും ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കുടുംബശ്രീ നടപ്പിലാക്കിയ ഈ പദ്ധതിയുടെ പേരാണ് അഗ്രി ന്യൂട്രി ഗാർഡൻ. അഗ്രി ന്യൂട്രി ഗാർഡൻ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ക്ലിയർ. അടുത്ത പദ്ധതിയിലോട്ട് പോവാം. അടുത്ത പദ്ധതിയുടെ പേര് ഹരിതശ്രീയാണ്. അടുത്ത പദ്ധതിയുടെ പേര് ഹരിതശ്രീയാണ്. അപ്പം പച്ചയുമായി ബന്ധപ്പെട്ട് ഓർമ്മയിട്ട് വയ്ക്കാം. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബശ്രീ പദ്ധതി ഏത്? ആൻസർ ഹരിതശ്രീയാണ്. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി ഏത്? ആൻസർ ഹരിതശ്രീ എന്ന കാര്യം ഓർമ്മയുണ്ട്. അവിടെ ഒരു മുൻകാല ചോദ്യമായിട്ട് പഠിക്കുന്നത് കുടുംബശ്രീയുടെ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? കുടുംബശ്രീയുടെ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ആൻസർ മഞ്ജു വാര്യർ ആണ്. ആൻസർ മഞ്ജു വാര്യർ എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. ക്ലിയർ. അവിടെ ശ്രീ കണക്ട് ചെയ്ത് തന്നെ മറ്റൊരു പദ്ധതി പഠിക്കാം. ഗ്രാമശ്രീ. ശ്രീ കണക്ട് ചെയ്ത് തന്നെ മറ്റൊരു പദ്ധതി പഠിക്കുന്നതാണ് ഗ്രാമശ്രീയാണ്. ഗ്രാമശ്രീ വേറൊന്നുമില്ല. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിപണിയിൽ എത്തിക്കുന്ന അരി അറിയപ്പെടുന്ന പേരാണ് ഗ്രാമശ്രീ. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിപണിയിൽ എത്തിക്കുന്ന അരി അറിയപ്പെടുന്ന പേരാണ് ഗ്രാമശ്രീ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. അടുത്ത പദ്ധതിയുടെ സ്ത്രീ കണക്ട് ചെയ്ത് തന്നെ നമുക്ക് അടുത്ത ഒരു പദ്ധതി ഓർമ്മയിട്ട് വയ്ക്കാം. സ്ത്രീ കണക്ട് ചെയ്ത് തന്നെ മറ്റൊരു പറയുന്നതാണ്
അന്നശ്രീ ആണ്. അടുത്ത പദ്ധതിയുടെ പേര് ഏതാണ്? അന്നശ്രീ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. അന്നശ്രീ വേറൊന്നുമില്ല, ഓൺലൈനിലൂടെ ഭക്ഷണ പദാർത്ഥങ്ങൾ വീട്ടിലെത്തിക്കുന്ന കുടുംബശ്രീ പദ്ധതിയുടെ പേരാണ് അന്നശ്രീ. ഓൺലൈനിലൂടെ ഭക്ഷണ പദാർത്ഥങ്ങൾ വീട്ടിലെത്തിക്കുന്ന കുടുംബശ്രീ പദ്ധതിയുടെ പേരാണ് അന്നശ്രീ എന്ന കാര്യം ഓർമ്മ. ശ്രീ വെച്ച് 3 പദ്ധതി കണക്ട് ചെയ്ത് വയ്ക്കാം. ഹരിതശ്രീ, ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേര് ഹരിതശ്രീ. അടുത്ത പഠിച്ചത് ഗ്രാമശ്രീ, കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിപണിയിൽ എത്തിക്കുന്ന അരി അറിയപ്പെടുന്ന പേരാണ് ഗ്രാമശ്രീ. അടുത്ത പഠിച്ചത് അന്നശ്രീ ആണ്. അന്നശ്രീ ആണെങ്കിൽ ഓൺലൈനിലൂടെ ഭക്ഷണ പദാർത്ഥങ്ങൾ വീട്ടിൽ എത്തിക്കുന്ന കുടുംബശ്രീ പദ്ധതിയുടെ പേരാണ് അന്നശ്രീ എന്ന കാര്യം കൂടിയും ഓർക്കാം. അപ്പൊ ശ്രീ വച്ച് ഒരു 3 പദ്ധതി പഠിച്ചു. അടുത്ത ശ്രീ വച്ച് തന്നെ മറ്റൊരു പദ്ധതി പഠിക്കാം. ശ്രീ ഇ പേ പദ്ധതിയുടെ പേര് ശ്രീ ഇ പേ ആണ്. പദ്ധതിയുടെ പേരെന്താണ്? ശ്രീ ഇ പേ. പ്രധാനമാണ്, ചോദിച്ചു കണ്ടതിൽ. എന്നാൽ അടുത്ത കാലത്ത് കുടുംബശ്രീ നടപ്പിലാക്കിയ പദ്ധതികളിൽ ഒന്നാണ് ശ്രീ ഇ പേ ആണ്. പദ്ധതിയുടെ പേരെന്താണ്? ശ്രീ ഇ പേ ആണ്. വേറൊന്നുമില്ല, പേ ആണ്. ശ്രീ ഇ പേ, പേ വരുന്നതാണ്, പേയ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ്. ശ്രീ ഇ പേ ആണ്, വേറൊന്നുമില്ല. കുടുംബശ്രീ അംഗങ്ങളുടെ ബാങ്ക് ഇടപാടുകൾ ഡിജിറ്റലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തൃശൂർ ജില്ലയിൽ കുടുംബശ്രീ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് ശ്രീ ഇ പേ ആണ്. ശ്രീ ഇ പേ, കുടുംബശ്രീ അംഗങ്ങളുടെ ബാങ്ക് ഇടപാടുകൾ ഡിജിറ്റലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തൃശൂർ ജില്ലയിൽ കുടുംബശ്രീ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് ശ്രീ ഇ പേ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ക്ലിയർ? അപ്പൊ ശ്രീ കണക്ട് ചെയ്താൽ നമുക്ക് മറ്റൊരു പദ്ധതിയോട് ഓർമ്മയിട്ട് വയ്ക്കാം. കുടുംബശ്രീ ട്രാവൽസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് കുടുംബശ്രീയുടെ ടാക്സി സർവീസ് എന്ന് പറഞ്ഞ് പഠിച്ചു. ഏത് തന്നെയാ? കുടുംബശ്രീ ട്രാവൽസ്. അപ്പൊ ഇതൊരു പദ്ധതി രൂപേണ പ്രീവിയസ് ചോദ്യമുണ്ട്. എന്താണ് കുടുംബശ്രീ ട്രാവൽസ്? സ്ത്രീകളുടെ സുരക്ഷിതമായ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തുക, സ്ത്രീകളുടെ സുരക്ഷിതമായ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി കുടുംബശ്രീ ആവിഷ്കരിച്ച ടാക്സി സർവീസിന്റെ പേരാണ് കുടുംബശ്രീ ട്രാവൽസ് എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കും. ക്ലിയർ? അപ്പൊ എന്താണ് കുടുംബശ്രീ ട്രാവൽസ്? സ്ത്രീകളുടെ സുരക്ഷിതമായ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി കുടുംബശ്രീ ആരംഭിച്ച ടാക്സി സർവീസിന്റെ പേരാണ് കുടുംബശ്രീ ട്രാവൽസ് എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കും. ക്ലിയർ ആവും? ഇത്രയും കാര്യം ഒരു 5 ശ്രീ വെച്ചുള്ള 5 പദ്ധതികളും അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കും. പദ്ധതികൾ അത്രയും കണക്റ്റിംഗ് ആയിട്ട് പോയാലേ നമുക്ക് മനസ്സിൽ ഇരിക്കുള്ളൂ. അപ്പോൾ ഒരുപോലെ വരുന്ന പദ്ധതികൾ ഒരുപോലെ കണക്റ്റിംഗ് ആയിട്ട് ചിലപ്പോൾ ശ്രീ വെച്ചുള്ള പദ്ധതികൾ അത്രയും ഒരുമിച്ചൊന്ന് പഠിച്ചേക്കാം. ഇവിടെ നമ്മൾ കണക്റ്റിംഗ് ആയിട്ട് ഒരു 5 പദ്ധതികൾ പഠിച്ചു. ഉൽപാദനവുമായി ബന്ധപ്പെട്ട് ആ പദ്ധതികൾ അത്രയും മാറ്റി അങ്ങ് പഠിച്ചേക്കാം. കണക്റ്റിംഗ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ പദ്ധതികൾ എളുപ്പമെന്ന് ഇരിക്കത്തുള്ളൂ. കാര്യം ഓപ്ഷൻ എടുക്കുമ്പോഴെന്നാണ് ഇതുമായി റിലേറ്റ് ചെയ്ത ഓപ്ഷനുകൾ, പദ്ധതികളുമായി ബന്ധപ്പെട്ട ഓപ്ഷനുകൾ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കും. ഈ കുടുംബശ്രീ ട്രാവൽസ് പഠിക്കുമ്പോൾ തന്നെ അവിടെ പഠിക്കേണ്ട മറ്റൊരു പദ്ധതിയാണ്, അതും PSCയുടെ പ്രീവിയസ് ആണ്, ഷീ ടാക്സി പദ്ധതികളുടെ പേര് ഏതാണ്? ഷീ ടാക്സി ആണ്. നമുക്ക് മിക്കവർക്കും എന്താണ് കുടുംബശ്രീ പദ്ധതിയാണ് ഷീ ടാക്സി നമ്മൾ തെറ്റിദ്ധരിക്കും. അത് ഷീ ടാക്സി ആദ്യമേ പഠിക്കുന്നതാണ്. ഷീ ടാക്സി എന്തല്ല? കുടുംബശ്രീ പദ്ധതിയല്ല, അത് സാമൂഹിക നീതി വകുപ്പിന്റെ ജെൻഡർ പാർക്ക്, സ്ത്രീകളുടെ സുരക്ഷിതമായ യാത്രാ സൗകര്യം മുന്നിൽ കണ്ടുകൊണ്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഷീ ടാക്സി. സാമൂഹിക നീതി വകുപ്പിന്റെ ജെൻഡർ പാർക്ക്, സ്ത്രീകളുടെ സുരക്ഷിതമായ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ടാക്സി സർവീസിന്റെ പേരാണ് ഷീ ടാക്സി സർവീസ് ആണ്. അവിടെ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യം, ഷീ ടാക്സി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മഞ്ജു വാര്യറാണ്. അപ്പൊ മഞ്ജു വാര്യർ നമ്മൾ ഇന്ന് 2 ചോദ്യങ്ങൾ പഠിച്ചു. കുടുംബശ്രീയുടെ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ എന്ന് ചോദിച്ചാലും ഷീ ടാക്സി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ എന്ന് ചോദിച്ചാലും ആൻസർ ആര് തന്നെയാ? മഞ്ജു വാര്യറാണ്. ഒരു പോയിന്റ് ഓർമ്മിക്കേണ്ടത്, ഷീ ടാക്സി പദ്ധതി ആരംഭിച്ച വർഷം 2013 നവംബർ 19. നവംബർ 19 ഷീ ടാക്സി പദ്ധതി ആരംഭം കുറിച്ച വർഷം 2013 നവംബർ 19 രണ്ടാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഷീ ടാക്സി പദ്ധതി സമൂഹത്തിന് വേണ്ടി ആരംഭിച്ചത്. 2013 നവംബർ 19. നവംബർ 19 ആണെങ്കിൽ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമാണ് ഏതാ? നവംബർ 19. രാജ്യം ദേശീയോദ്ഗ്രഥന ദിനമായിട്ട് ആചരിക്കുന്നതാണ് ഏതാ? നവംബർ 19. ദേശീയോദ്ഗ്രഥന ദിനം നവംബർ 19. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം. ഇന്ത്യയുടെ ഏക വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ജനിച്ചു വർഷം 1917. വർഷം
ഇന്ദിരാഗാന്ധി ജനിച്ച വർഷം 1917 നവംബർ 19. കണക്ടിംഗ് ആയിട്ട് ഡേറ്റ് ഉൾപ്പെടെ പഠിച്ചു വെക്കാം, വർഷം ചോദിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ജനിച്ച വർഷം 1917 നവംബർ 19. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് തന്നെ എന്നുള്ളതാണ് ഒരു ടാക്സി സർവീസ് ഏർപ്പാട് ചെയ്തതാണ് ഷീ ടാക്സി. സാമൂഹിക നീതി വകുപ്പിന്റെ ജെൻഡർ പാർക്ക് സ്ത്രീകളുടെ സുരക്ഷിതമായ യാത്രാ സൗകര്യം മുന്നിൽ കണ്ടുകൊണ്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഷീ ടാക്സി പദ്ധതി. ഷീ ടാക്സി പദ്ധതി ആരംഭിച്ച വർഷം 2013 നവംബർ 19. 2013 നവംബർ 19 ആണ്. നമുക്ക് ആ ഷീ കണക്ട് ചെയ്ത് മറ്റൊരു പദ്ധതി പഠിക്കാം. ഷീ ലോഡ്ജ് പദ്ധതിയുടെ പേര് ഷീ ലോഡ്ജ് പദ്ധതി. ഷീ ലോഡ്ജ് പദ്ധതി എന്നാണ്, ലോഡ്ജ് ആണ്. അപ്പൊ എന്നാണ് താമസവുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീ നടപ്പിലാക്കിയ ഒരു പദ്ധതിയുടെ പേരാണ് ഏതാ? ഷീ ലോഡ്ജ് പദ്ധതി. ഷീ ലോഡ്ജ് സ്ത്രീകളുടെ സുരക്ഷിതമായ താമസ സൗകര്യം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ഏതാ? ഷീ ലോഡ്ജ്. ക്ലിയർ? ഇതിൽ PSCയുടെ പ്രീവിയസ് ചോദ്യം എന്നുള്ളതാണ് നഗരപ്രദേശങ്ങളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും സുരക്ഷിതമായ താമസ സൗകര്യവും മിതമായ നിരക്കിൽ ഭക്ഷണവും ഉറപ്പുവരുത്താൻ വേണ്ടി കുടുംബശ്രീ മുന്നോട്ട് വെച്ച പദ്ധതി ഏത്? അപ്രകാരമായിരുന്നു പ്രീവിയസ് ചോദ്യം ഉണ്ടായിരുന്നത്. ആൻസർ ഏതാണ്? ഷീ ലോഡ്ജ്. നഗരപ്രദേശങ്ങളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും മിതമായ നിരക്കിൽ എന്തൊക്കെ കൊടുക്കും? താമസ സൗകര്യവും അതുപോലെ തന്നെ ഏതാണ്? ഭക്ഷണവും ഉറപ്പ് നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണ് ഏതാ? ഷീ ലോഡ്ജ് പദ്ധതി എന്ന കാര്യം ഓർമ്മയിട്ട്. നമ്മളൊരു 20 പദ്ധതി ആയിട്ടുണ്ട്. അപ്പൊ 20 പദ്ധതി ഒന്ന് റിവേഴ്സ് ചെയ്യുകയാണ്. കൃത്യമായിട്ടൊന്നാണ് പദ്ധതികൾ പറയുമ്പോൾ ഒന്ന് ആവർത്തിച്ച് പറഞ്ഞു നോക്കാൻ ശ്രദ്ധിക്കാം. പഠിച്ച ഒന്നാമത്തെ പദ്ധതി തെളിമയാണ്. തെളിമ കുടുംബശ്രീയുടെ കരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേരാണ് തെളിമ. രണ്ടാമത് പഠിച്ച പദ്ധതിയുടെ പേര് സാന്ത്വനം പദ്ധതിയാണ്. സാന്ത്വനം രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ വീടുകളിൽ തന്നെ പരിശോധിക്കാനുള്ള സൗകര്യം ഉറപ്പുവരുത്തുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണ് സാന്ത്വനം പദ്ധതി. അടുത്ത നമ്മൾ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ് സമ പദ്ധതി. സ്ത്രീകളുടെ കുടുംബശ്രീ അംഗങ്ങളുടെ തുടർ വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരാണ് സമ പദ്ധതി. സമ പദ്ധതി ആദ്യമായി മുന്നോട്ട് നടപ്പിലാക്കിയ ജില്ലയുടെ പേര് ആലപ്പുഴ ജില്ല എന്ന കാര്യം കൂടിയും ഓർമ്മയിട്ട് വയ്ക്കാം. അടുത്ത പദ്ധതിയുടെ പേര് സഹായ ഹസ്തമാണ്. പദ്ധതിയുടെ പേര് സഹായ ഹസ്തം. കുടുംബശ്രീ അംഗങ്ങൾക്ക് ലളിതമായ രീതിയിൽ വായ്പകൾ അനുവദിക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് സഹായ ഹസ്തം. കേരള കുടുംബശ്രീ പദ്ധതിയല്ല, കേരള സർക്കാരിന്റെ പദ്ധതിയാണ് സഹായ ഹസ്തം എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. അടുത്ത സ്നേഹിത നമ്മളൊരു 3 രീതിയിൽ പഠിച്ചു. പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. ആ പദ്ധതി കൃത്യമായിട്ട് പഠിച്ചിരിക്കാം. സ്ത്രീകളുടെ സുരക്ഷിതമായ സ്ത്രീകൾക്കും അതായത് ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും എന്നാണ് സുരക്ഷിത ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കുടുംബശ്രീ നടപ്പിലാക്കിയ പദ്ധതി ഏത്? ആൻസർ സ്നേഹിത എന്ന കാര്യം ഓർമ്മയിടും. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആരോഗ്യ പരിരക്ഷ അതുപോലെ തന്നെ നിയമസഹായം അതുപോലെ തന്നെ കൗൺസിലിംഗ് എന്നിവ 24 മണിക്കൂറും ഉറപ്പ് നൽകുന്ന കുടുംബശ്രീ പദ്ധതി എന്ന് ചോദിച്ചാലും സ്നേഹിത എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. അടുത്ത കാലത്ത് അപ്ഡേറ്റ് ആയിട്ട് ഒരു പോയിന്റ് ഓർമ്മയിട്ട് വയ്ക്കാം. രാത്രി കാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകളെ സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ഏത്? ആൻസർ സ്നേഹിത എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. അടുത്ത പദ്ധതിയുടെ പേര് സ്നേഹിത അറ്റ് സ്കൂൾ ആണ്. അടുത്ത പദ്ധതിയുടെ പേര് സ്നേഹിത അറ്റ് സ്കൂൾ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 104 സ്കൂളുകളിലെ കുട്ടികൾക്ക് കൗൺസിലിംഗ് ഉറപ്പ് നൽകുന്ന കുടുംബശ്രീ പദ്ധതിയാണ് സ്നേഹിത അറ്റ് സ്കൂൾ കണക്ട് ചെയ്ത് അടുത്തൊരു പദ്ധതി പഠിച്ചു. ബഡ് സ്കൂള് പ്രധാനമാണ്. പ്രീവിയസ് ചോദ്യമാണ് ബഡ് സ്കൂള്. മാനസിക വെല്ലുവിളി നേരിടുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടുകൂടി കുടുംബശ്രീ ആരംഭിച്ച സ്കൂളുകളെന്നോ പദ്ധതി എന്ന് ചോദിച്ചാൽ ബഡ് സ്കൂൾ ആണ്. കേരളത്തിൽ ആദ്യ ബഡ് സ്കൂൾ സ്ഥാപിതമായ സ്ഥലം വെങ്ങാനൂരാണ്. വെങ്ങാനൂർ തിരുവനന്തപുരം ജില്ലയിലാണ്. വെങ്ങാനൂർ ബഡ് സ്കൂൾ ആരംഭിച്ച വർഷം 2004 എന്ന കാര്യം ഓർമ്മയിട്ട് വെക്കാം. കേരളത്തിൽ ആകെ എത്ര ബഡ് സ്കൂളുകളുണ്ട്?
181 ബഡ് സ്കൂളുകൾ ഉണ്ട് എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. അടുത്ത പഠിച്ച പദ്ധതിയുടെ പേര് സമഗ്രയാണ്. നമ്മൾ കണക്റ്റിംഗ് ആയിട്ട് ബാക്കി പദ്ധതി പഠിച്ചിട്ടുണ്ട്. അപ്പം കൃത്യമായിട്ടൊന്ന് പഠിച്ചിരിക്കാം. പഠിച്ച പദ്ധതി സമഗ്രയാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സമഗ്ര എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. അടുത്ത പദ്ധതിയുടെ പേര് സാഫല്യം, കണക്റ്റിംഗ് ആണ്. കശുവണ്ടിയുടെ ഉൽപാദനവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സാഫല്യം പദ്ധതി എന്ന കാര്യം ഓർമ്മയിട്ട്. അടുത്ത പദ്ധതി പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. മധുരം പദ്ധതി, മധുരം തേന് നല്ല മധുരം എന്ന് കണക്ട് ചെയ്ത് വെക്കാം. തേന്, തേനുൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉൽപാദനവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് മധുരം പദ്ധതി. അതേ കണക്ട് ചെയ്ത് തന്നെ മറ്റൊരു പദ്ധതി പഠിക്കാം, ത്രിമധുരം. പദ്ധതിയുടെ പേര് ത്രിമധുരം പദ്ധതി. പൈനാപ്പിളിന്റെ ഉൽപാദനവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് ത്രിമധുരം പദ്ധതി എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. അടുത്ത പഠിച്ചു നിവേദ്യം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പൂജകൾക്കും മറ്റും ആവശ്യമായ കദളിപ്പഴം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് നിവേദ്യം പദ്ധതി. അടുത്ത് അതേ കണക്റ്റിംഗ് ആയിട്ട് ഉൽപാദനവുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതി കൂടി കണക്ട് ചെയ്ത് വയ്ക്കാം. അഗ്രി ന്യൂട്രി ഗാർഡൻ. വിഷരഹിതമായ പഴങ്ങളും പച്ചക്കറികളും ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ അഗ്രി ന്യൂട്രി ഗാർഡൻ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. അടുത്ത പദ്ധതിയുടെ പേര് ഹരിതശ്രീയാണ്. പദ്ധതിയുടെ പേര് ഹരിതശ്രീ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ഹരിതശ്രീ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി ഏത്? ആൻസർ ഹരിതശ്രീ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. കുടുംബശ്രീയുടെ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസഡറുടെ പേര് മഞ്ജു വാര്യർ എന്ന കാര്യം കൂടി ഓർമ്മിക്കാം. അടുത്ത പഠിച്ച പദ്ധതി ഗ്രാമശ്രീയാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിപണിയിൽ എത്തിക്കുന്ന അരി അറിയപ്പെടുന്ന പേരാണ് ഗ്രാമശ്രീ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. അടുത്ത പഠിച്ച പദ്ധതി അന്നശ്രീയാണ്. ഓൺലൈനിലൂടെ ഭക്ഷണ പദാർത്ഥങ്ങൾ വീട്ടിലെത്തിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് അന്നശ്രീ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. അടുത്ത പഠിച്ചത് ശ്രീ കണക്ട് ചെയ്ത് മറ്റൊരു പദ്ധതി പഠിച്ചതാണ് ശ്രീ ഇ പേ ആണ്. ശ്രീ ഇ പേ കുടുംബശ്രീ അംഗങ്ങളുടെ ബാങ്ക് ഇടപാടുകൾ ഡിജിറ്റൽ ആക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തൃശൂർ ജില്ലയിൽ കുടുംബശ്രീ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് ശ്രീ ഇ പേ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. അടുത്ത ശ്രീ കണക്ട് ചെയ്ത് തന്നെ മറ്റൊരു പദ്ധതി പഠിച്ചു, കുടുംബശ്രീ ട്രാവൽസ്. സ്ത്രീകളുടെ സുരക്ഷിതമായ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി കുടുംബശ്രീ ആരംഭിച്ച ടാക്സി സർവീസിന്റെ പേരാണ് കുടുംബശ്രീ ട്രാവൽസ് എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. അവിടെ തിരിയാതിരിക്കാൻ ഒരു പദ്ധതി മാറ്റി പഠിക്കാം. പദ്ധതിയുടെ പേര് ഷീ ടാക്സി പദ്ധതി. സാമൂഹിക നീതി വകുപ്പിന്റെ ജെൻഡർ പാർക്ക് സ്ത്രീകളുടെ സുരക്ഷിതമായ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയുടെ പേര് ഷീ ടാക്സി പദ്ധതി. ഷീ ടാക്സി പദ്ധതി ആരംഭിച്ച വർഷം 2013 നവംബർ 19. നവംബർ 19ന്റെ പ്രത്യേകത ദേശീയോദ്ഗ്രഥന ദിനമാണ്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമാണ് നവംബർ 19. ഇന്ദിരാഗാന്ധി ജനിച്ച വർഷം 1917 നവംബർ 19. ഇന്ദിരാഗാന്ധി ജനനവർഷം 1917 നവംബർ 19. അടുത്ത് ഷീ കണക്ട് ചെയ്ത് മറ്റൊരു പദ്ധതി പഠിച്ചു, ഷീ ലോഡ്ജ്. നഗരപ്രദേശങ്ങളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായ യാത്രാ സൗകര്യം, അതുപോലെ തന്നെ അവർക്ക് മിതമായ നിരക്കിൽ തന്നെ താമസം, അതുപോലെ തന്നെ ഭക്ഷണം എന്നിവ തന്നെ ലളിതമായ രീതിയിൽ ഉറപ്പ് നൽകുന്ന കുടുംബശ്രീ പദ്ധതിയാണ് ഷീ ലോഡ്ജ് എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. അടുത്ത പദ്ധതിയുടെ പേര് തീർത്ഥമാണ്. തീർത്ഥം പദ്ധതി ഒരുപാട് തവണ മുൻകാലമായിട്ട് കണ്ടിട്ടുള്ള ഒരു പദ്ധതിയാണ്. തീർത്ഥമാണ് പ്രധാനമായിട്ട് ഓർമ്മിക്കാം. 1 രൂപയ്ക്ക് 1 ലിറ്റർ ജലം ഉറപ്പു നൽകുന്ന കുടുംബശ്രീ പദ്ധതി. 1 രൂപയ്ക്ക് 1 ലിറ്റർ ജലം ഉറപ്പു നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണ് തീർത്ഥം പദ്ധതി എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. തീർത്ഥം 1 രൂപയ്ക്ക് 1 ലിറ്റർ ജലം ഉറപ്പു നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണ് തീർത്ഥം എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ക്ലിയർ ആവും. അടുത്ത പദ്ധതിയുടെ കണക്ട് ചെയ്ത് വയ്ക്കാം,
ഹോം ഷോപ്പ്. അടുത്ത പദ്ധതിയുടെ പേരാണ് ഹോം ഷോപ്പ് പദ്ധതി. ഹോം ഷോപ്പ് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീടുകളിൽ എത്തിച്ച് വിപണനം നടത്തുക എന്ന ലക്ഷ്യം, കച്ചവടം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി കുടുംബശ്രീ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് ഹോം ഷോപ്പ് പദ്ധതി. അപ്പോൾ നമ്മൾ ഇപ്പം പഠിച്ച രണ്ട് പദ്ധതികൾ ഒന്നുകൂടെ പറയാം. തീർത്ഥം, 1 രൂപയ്ക്ക് 1 ലിറ്റർ ജലം ഉറപ്പു നൽകുന്ന കുടുംബശ്രീ പദ്ധതി തീർത്ഥം. രണ്ടാമത് പഠിച്ചത് ഹോം ഷോപ്പാണ്. ഹോം ഷോപ്പ് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീടുകളിൽ എത്തിച്ച് കച്ചവടം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി കുടുംബശ്രീ നടപ്പിലാക്കി പദ്ധതിയുടെ പേരാണ് ഹോം ഷോപ്പ് എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാൻ. ക്ലിയർ. അടുത്ത പദ്ധതിയുടെ പേര് പഠിക്കാം. കണക്റ്റഡ് ടു വർക്ക് ആണ്. അടുത്ത പദ്ധതിയുടെ പേര് കണക്റ്റഡ് ടു വർക്ക്. അപ്പം തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയുടെ പേരാണ് കണക്റ്റഡ് ടു വർക്ക് ആണ്. കണക്റ്റഡ് ടു വർക്ക് തൊഴിൽ രഹിതരായ യുവതിയുവാക്കൾക്ക് ജോലികൾ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി കുടുംബശ്രീ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് കണക്റ്റഡ് ടു വർക്ക് ആണ്. അപ്പം തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന പദ്ധതി ഒന്നാണ് കണക്റ്റഡ് ടു വർക്ക് ആണ്. തൊഴിൽ രഹിതരായ യുവതിയുവാക്കൾക്ക് ജോലികൾ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി കുടുംബശ്രീ ആരംഭിച്ച ഒരു പദ്ധതി, തൊഴിൽ പദ്ധതിയുടെ പേരാണ് ഏതാ? കണക്റ്റഡ് ടു വർക്ക്. ഈ അടുത്ത കാലത്ത് എന്താണ്, കൊറോണയ്ക്ക് ശേഷമൊക്കെ കുടുംബശ്രീ മറ്റൊരു തൊഴിൽ പദ്ധതി ആരംഭിച്ചു. പദ്ധതിയുടെ പേര് അതിജീവനം കേരളീയം. അതിജീവനം. പദ്ധതിയുടെ പേര് അതിജീവനം കേരളീയം. പദ്ധതിയുടെ പേര് അതിജീവനം കേരളീയം. അതിജീവനം കേരളീയം വേറൊന്നുമില്ല, മുഖ്യമന്ത്രിയുടെ ലോക്കൽ എംപ്ലോയ്മെന്റ് അഷുറൻസ് പ്രോഗ്രാമിന് കീഴിൽ, മുഖ്യമന്ത്രിയുടെ ലോക്കൽ എംപ്ലോയ്മെന്റ് അഷുറൻസ് പ്രോഗ്രാമിന് കീഴിൽ തൊഴിൽ രഹിതർക്ക് ജോലികൾ നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണ് അതിജീവനം കേരളീയം. അതുകൊണ്ട് തന്നെ പഠിച്ചിരിക്കും. അടുത്ത കാലത്തുള്ള ഒരു പദ്ധതിയാണ് അതിജീവനം കേരളീയം. കേരള മുഖ്യമന്ത്രിയുടെ ലോക്കൽ എംപ്ലോയ്മെന്റ് അഷുറൻസ് പ്രോഗ്രാമിന് കീഴിൽ തൊഴിൽ രഹിതർക്ക് ജോലികൾ ഉറപ്പു നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് അതിജീവനം കേരളീയം. അപ്പൊ തൊഴിലുമായി ബന്ധപ്പെട്ട് രണ്ട് പദ്ധതി. അവിടെ തൊഴിൽ നൽകണമെങ്കിൽ അവിടെ എന്ത് വേണം? തൊഴിൽ പരിശീലനം ആവശ്യമാണ്. അപ്പൊ അടുത്ത് പഠിക്കേണ്ടത് കുടുംബശ്രീയുടെ സ്വയം തൊഴിൽ പരിശീലിപ്പിക്കുന്ന പദ്ധതിയാണ്. കുടുംബശ്രീയുടെ സ്വയം തൊഴിൽ പരിശീലന പദ്ധതി അറൈസ് ആണ്. കുടുംബശ്രീയുടെ സ്വയം തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര് അറൈസ് ആണ്. അപ്പം തൊഴിലുമായി ബന്ധപ്പെട്ട് കണക്റ്റിംഗ് ആയിട്ട് ഒരു 3 പദ്ധതി പഠിച്ചു. കണക്ട് ടു വർക്ക്, രണ്ടാമത്തെ പദ്ധതി അതിജീവനം കേരളീയം, മൂന്നാമത്തെ പദ്ധതി അറൈസ് എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കും. അറൈസ് പദ്ധതി ഓർമ്മിക്കേണ്ടത് സ്വയം തൊഴിലുകൾ പരിശീലിപ്പിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണ് അറൈസ് എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ക്ലിയർ. അടുത്ത പദ്ധതിയിലോട്ട് പോവാം. ആ കേരളം കണ്ടു ചെയ്ത് അടുത്ത പദ്ധതി എടുക്കാം. സ്ത്രീപക്ഷ നവ കേരളം. അടുത്ത പദ്ധതിയുടെ പേര് സ്ത്രീപക്ഷ നവ കേരളം. പ്രധാനപ്പെട്ട പദ്ധതിയാണ്. ഇതും അടുത്ത കാലത്തേക്കുള്ള ഒരു പദ്ധതിയാണ്. ഇവിടെ പ്രധാനമായിട്ട് ഓർമ്മയിട്ട് വയ്ക്കാം. പദ്ധതിയുടെ പേര് സ്ത്രീപക്ഷ നവ കേരളം. സ്ത്രീപക്ഷ നവ കേരളം. സ്ത്രീപക്ഷ നവ കേരളം. സ്ത്രീകൾക്ക് എതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക. സ്ത്രീധന നിരോധനം, സ്ത്രീധന മരണങ്ങൾ. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക, സ്ത്രീധന നിരോധനം, സ്ത്രീധന മരണങ്ങൾ ഒഴിവാക്കൽ തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് കുടുംബശ്രീ ആരംഭിച്ച ഒരു ക്യാമ്പയിനിങ് പ്രോഗ്രാമാണ് സ്ത്രീപക്ഷ നവകേരളം. പദ്ധതി ആരംഭിച്ച വർഷം 2021. പദ്ധതി ആരംഭിച്ച വർഷം 2021. പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ നിമിഷ സജയനാണ്. മലയാള സിനിമാ താരം നിമിഷ സജയൻ എന്ന കാര്യം കൂടിയും ഓർമ്മയിട്ട് വയ്ക്കും. പദ്ധതിയുടെ പേര് സ്ത്രീപക്ഷ നവകേരളം. സ്ത്രീകൾക്ക് എതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക, സ്ത്രീധന നിരോധനം, സ്ത്രീധന മരണങ്ങൾ ഒഴിവാക്കൽ തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് കുടുംബശ്രീ 2021 ആരംഭിച്ച ഒരു ക്യാമ്പയിനിങ് പ്രോഗ്രാമിന്റെ പേരാണ് സ്ത്രീപക്ഷ നവകേരളം. പദ്ധതി ആരംഭിച്ച വർഷം 2021. സ്ത്രീപക്ഷ നവകേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ നിമിഷ സജയൻ എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. അവിടെ നമ്മൾ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ഒരു 2 പോയിന്റുകൂടി ഓർമ്മയിട്ട് വയ്ക്കാം. ഇന്ത്യൻ പാർലമെന്റ് സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം 1961. പ്രീവിയസ് ചോദ്യമാണ്. ഇന്ത്യൻ പാർലമെന്റ് സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം 1961. ഡേറ്റ് വേണമെങ്കിൽ ഓർമ്മയിട്ട് വയ്ക്കാം. മെയ് മാസം 20. മെയ്
20. 1961 മെയ് 20 എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ IPC സെക്ഷൻ ഏത്? ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 304 B ആണ്. സെക്ഷൻ ആണെങ്കിൽ 304 B. അതും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന IPC സെക്ഷൻ, ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 304 B ആണ്. എന്താണ് സ്ത്രീധന മരണം? ഒരു സ്ത്രീയുടെ വിവാഹശേഷം 7 വർഷത്തിനുള്ളിൽ, ഒരു സ്ത്രീയുടെ വിവാഹശേഷം 7 വർഷത്തിനുള്ളിൽ അസ്വാഭാവിക സാഹചര്യത്തിൽ സ്ത്രീ പൊള്ളലേറ്റോ ഏതെങ്കിലും കാരണം കൊണ്ടെന്നാണ് മരണപ്പെടുകയാണെങ്കിൽ അതിനെ സ്ത്രീധന മരണമായിട്ട് കണക്കാക്കാം. ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 304 B പ്രകാരം സ്ത്രീയുടെ ഭർത്താവിനെതിരെയും ഭർത്തൃബന്ധുക്കൾക്കെതിരെയും എന്ത് ചെയ്യാം? പോലീസിനെ നേരിട്ട് കേസെടുക്കാം. അവിടെ നിന്നാണ് സാക്ഷികളുടെയോ തെളിവിന്റെ ആവശ്യം ഇല്ല. ക്ലിയർ? ഇതിനെയാണ് ഏത് പേരറിയപ്പെടുന്നത്? സ്ത്രീധന മരണമായിട്ട് കണക്കാം. അപ്പൊ സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന IPC സെക്ഷൻ 304 B ആണ്. ഒരു സ്ത്രീയുടെ വിവാഹശേഷം 7 വർഷത്തിനുള്ളിൽ ഭർതൃഗൃഹത്തിൽ വെച്ച് പൊള്ളലേറ്റോ ശാരീരിക ക്ഷതങ്ങളാലോ മറ്റേതെങ്കിലും അസ്വാഭാവിക സാഹചര്യത്തിൽ സ്ത്രീ മരണപ്പെടുകയാണെങ്കിൽ അതിനെ സ്ത്രീധന മരണമായിട്ട് കണക്കാക്കാം. 7 വർഷത്തിനുള്ളിൽ അസ്വാഭാവികം, ആ പദം കൃത്യമായിട്ട് പഠിച്ചേക്കില്ല. അതാണ് പ്രസവത്തിലോ അല്ലെങ്കിൽ അപകടത്തിലോ മരിക്കുന്നതിനും സ്ത്രീധന മരണമായിട്ട് വരത്തില്ല. ക്ലിയർ? പൊള്ളലേറ്റോ ശാരീരിക ക്ഷതങ്ങളാലോ മരണപ്പെട്ടാൽ അതിനെ സ്ത്രീധന മരണമായിട്ട് പോലീസിന് കേസെടുക്കാം. സെക്ഷൻ 304 B ആണ്. സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശിക്ഷ, കുറഞ്ഞ ശിക്ഷ 7 വർഷമാണ്. കുറഞ്ഞ ശിക്ഷ 7 വർഷത്തെ തടവാണ്. 7 വർഷമാണ്. അതിന്റെ മാക്സിമം ശിക്ഷയാണെങ്കിൽ ജീവപര്യന്തം. അത് കേസിന്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും ശിക്ഷകൾ നൽകപ്പെടുന്നത്. കുറഞ്ഞത് 7 വർഷമാണ്. പരമാവധി ശിക്ഷ ജീവപര്യന്തം വരെ ലഭിക്കാവുന്നതാണ്. ജാമ്യം ലഭിക്കില്ല. നോൺ ബയലബിൾ ഒഫൻസ് ആണ്. ജാമ്യം ലഭിക്കാത്ത കുറ്റം എന്ന കാര്യം കൂടി ഓർമ്മയിട്ട്. അപ്പൊ സ്ത്രീധന നിരോധന നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വർഷം 1961 മെയ് മാസം 20. സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന IPC സെക്ഷൻ 304 B ആണ്. എന്താണ് സ്ത്രീധന മരണം? ഒരു സ്ത്രീയുടെ വിവാഹശേഷം 7 വർഷത്തിനുള്ളിൽ ഭർതൃഗൃഹത്തിൽ വെച്ച് ആ സ്ത്രീ പൊള്ളലേറ്റോ ശാരീരിക ക്ഷതങ്ങളാലോ അസ്വാഭാവിക സാഹചര്യത്തിൽ മരണപ്പെടുകയാണെങ്കിൽ അതിനെ സ്ത്രീധന മരണവുമായി കണക്കാക്കാം. സ്ത്രീധന മരണത്തിന്റെ കുറഞ്ഞ ശിക്ഷ 7 വർഷം, പരമാവധി ശിക്ഷ ജീവപര്യന്തം. ജാമ്യം ലഭിക്കാത്ത വകുപ്പാണ് നോൺ ബയലബിൾ ഒഫൻസ് എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. ക്ലിയർ ആവും? അടുത്ത പദ്ധതിയിലോട്ട് പോവാം. അടുത്ത പദ്ധതി ഇനി ഞങ്ങൾ പറയാം. പദ്ധതിയുടെ പേര് ഇനി ഞങ്ങൾ പറയാം. മികച്ച കുടുംബശ്രീ യൂണിറ്റിനെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ദൂരദർശൻ ആരംഭിച്ച ടെലിവിഷൻ പ്രോഗ്രാമിന്റെ പേരാണ് ഇനി ഞങ്ങൾ പറയാം എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. അടുത്ത പദ്ധതിയിലോട്ട് പോവാം. അടുത്ത പദ്ധതിയുടെ പേര് ജോർ മലയാളം. കേരളത്തിലെ ആദിവാസി ഊരുകളിൽ അക്ഷരവിദ്യാഭ്യാസം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കുടുംബശ്രീ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് ജോർ മലയാളം. കേരളത്തിലെ ആദിവാസി ഊരുകളിൽ അക്ഷരവിദ്യാഭ്യാസം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കുടുംബശ്രീ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് ജോർ മലയാളം എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. അടുത്ത പദ്ധതിയിലോട്ട് പോവാം. അടുത്ത പദ്ധതിയുടെ പേര് ബാലസഭ. ചോദിച്ചിട്ടുള്ള പദ്ധതിയാണ്. കുട്ടികളിൽ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ബാലസഭ പദ്ധതി. കുട്ടികളിൽ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ബാലസഭ പദ്ധതി. ആ കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി ഓർമ്മയിട്ട് വയ്ക്കാം. അമൃതം പദ്ധതി. പദ്ധതിയുടെ പേര് അമൃതം പദ്ധതി. കുട്ടികളിൽ പോഷകാഹാര നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് അമൃതം. കുട്ടികളുമായി ബന്ധപ്പെട്ട് 2 പദ്ധതികൾ. കുട്ടികളിൽ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കിയ പദ്ധതി ബാലസഭ. കുട്ടികളിൽ പോഷകാഹാര നിലവാരം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കിയ പദ്ധതി അമൃതം പദ്ധതി എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. അടുത്ത പദ്ധതിയിലോട്ട് പോവാം. ഈ നെസ്റ്റ് പദ്ധതിയുടെ പേര് ആണ്. ഈ നെസ്റ്റ് പദ്ധതി ചോദിച്ചിട്ട് കൊറോണ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് പഠിച്ചിരിക്കാം. ഈ നെസ്റ്റ് പദ്ധതി
കുടുംബശ്രീ അംഗങ്ങൾ, അയൽക്കൂട്ടം അംഗങ്ങൾ എന്നിവരുടെ കുടുംബ വിവരങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, അയൽക്കൂട്ടം അംഗങ്ങൾ എന്നിവരുടെ കുടുംബ വിവരങ്ങൾ ജിയോ ടാഗ് വഴി രജിസ്റ്റർ ചെയ്യുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണ് ഇ നെസ്റ്റ് പദ്ധതി. സാധ്യതയുള്ള ചോദ്യമാണ്, കൃത്യമായിട്ട് പഠിക്കാം. ഇ നെസ്റ്റ് പദ്ധതി. കുടുംബശ്രീ അംഗങ്ങൾ, അയൽക്കൂട്ടം അംഗങ്ങൾ എന്നിവരുടെ കുടുംബ വിവരങ്ങൾ ജിയോ ടാഗ് വഴി രജിസ്റ്റർ ചെയ്യുന്ന കുടുംബശ്രീ പദ്ധതി ഇ നെസ്റ്റ് പദ്ധതി എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. അടുത്ത പദ്ധതിയുടെ പേര് സേവിക. പദ്ധതിയുടെ പേര് സേവിക പദ്ധതിയാണ്. സേവിക മലയോര പ്രദേശങ്ങളിലെ ഉൽപ്പന്നങ്ങൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ എന്നിവ വിപണിയിലെത്തിക്കാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊല്ലം ജില്ലയിൽ കുടുംബശ്രീ നടപ്പിലാക്കി. ഈ പദ്ധതിയുടെ പേര് സേവിക പദ്ധതിയാണ്. സേവിക ഒന്ന് ഓർമ്മയിട്ട് വയ്ക്കാം. മലയോര പ്രദേശങ്ങളിലെ ഉൽപ്പന്നങ്ങൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ എന്നിവ വിപണിയിലെത്തിപ്പിക്കാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സേവിക പദ്ധതി. ഇത്രയും പദ്ധതി പ്രധാനമായിട്ടും കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കുക.